പൊന്നേറഹിമെ താങ്കൾക്ക് ഒരു പരിശോധന ഉണ്ടാകുമെന്നും ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്താണ്? താങ്കൾ ഒരു MP അല്ലേ? താങ്കൾ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവല്ലേ? എന്ത് കഷ്ടമാണ്! ഏതൊരു ചെറിയ കാര്യത്തിലും നിങ്ങൾക്ക് വലിയൊരു ഗൂഢാലോചനാ സിദ്ധാന്തം കൊണ്ടുവരണം, ഒരു ഉദ്വേഗം ജനിപ്പിക്കണം. അങ്ങനെ ഉദ്വേഗം ജനിച്ചത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യത്തിലും ഒരു ഉദ്വേഗം ജനിപ്പിക്കുക, ആ ഉദ്വേഗത്തെ മാർക്കറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ വാർത്താ സ്ട്രാറ്റജിയാണ്. അയ്യോ, ഭയങ്കര ബുദ്ധി തന്നെ. അയ്യോ, നിങ്ങളുടെ വാർത്താ സ്ട്രാറ്റജിയാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. ഇന്നലെ വൈകുന്നേരവും മെനിഞ്ഞാന്ന് വൈകുന്നേരം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പകൽ മുഴുവൻ നിങ്ങൾ പ്രസംഗിച്ചത് പറഞ്ഞത് എന്തായിരുന്നു? പറഞ്ഞത് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അവഹേളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി തീവ്രവാദം, അതോടൊപ്പം തന്നെ ഈ ആന്റി നാഷണൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ തെറ്റായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിദ്വേഷജനകമായ വാർത്ത ഒരു പകൽ മുഴുവൻ നിങ്ങൾ സംപ്രേഷണം ചെയ്തു. അതാ നിന്റെ വിഷമം. നാടിന്റെ മുഖ്യമന്ത്രിയും ദ ഹിന്ദുവും നടത്തിയ അഭിമുഖത്തിനിടയിലേക്ക് കെയ്സൺ എന്ന് പറയുന്ന PR ഏജൻസി കടന്നു വന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് CPM എന്തെങ്കിലും ധാരണയുണ്ടോ? എനിക്ക് അതിനുള്ള മോനെ. റഹീം ഹിന്ദു കൊണ്ടുവന്നൊരു തിയറിയാണ്. അതൊരു ഏജൻസിയുടെ പേര് പറഞ്ഞു. ആ ഏജൻസിയാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയത്, ഞങ്ങളോട് സമീപിച്ചത്. അവർ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ കൂട്ടിച്ചേർത്തു. അത് രണ്ട് പദ്ധതിയാ. ഇതിലെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഈ രണ്ടുപേരുണ്ടായിരുന്നു. റഹീം ആ രണ്ടുപേരില്ല എന്ന് മുഖ്യമന്ത്രി ഓഫീസ് പറയണ്ടേ? കീസൺ എന്ന് പറയുന്ന PR കമ്പനി ഞങ്ങൾക്കറിയില്ല എന്ന് പറയണ്ടേ? ഇപ്പോൾ റഹീം പറയുന്നത് പോലെ ഇതൊക്കെ ഹിന്ദുവിന്റെ വെർഷനാണെങ്കിൽ ഈ പറയുന്ന നാടിനെ മുടിപ്പിക്കാൻ നടത്തിയ ഈ ശ്രമം നടത്തിയ കേസിനെതിരെ ഞങ്ങൾ കേസിന് പോകുന്നു എന്ന് പറയണ്ടേ? ഒരക്ഷരം മിണ്ടുന്നില്ലോ റഹീം, എന്തുകൊണ്ടാണത്? സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. നിങ്ങളത് റിലയൻസിന്റെ ആളാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഹാഷ്മി പറഞ്ഞപ്പോൾ അത് CPM-ന്റെ ഒരു മുൻ നേതാവിന്റെ മകനാണെന്ന് പറയപ്പെടുന്നു എന്നാണ്. അങ്ങനെയാണ് നിങ്ങൾ 24 MLA-യുടെ മകനാണ്, മുൻ MLA-യുടെ മകനാണ്. നിങ്ങൾ റിലയൻസ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുന്നു. CPM-ന്റെ മുൻ MLA ദേവകുമാറിന്റെ മകനാണ്. ഐപാക് എന്ന് പറയുന്ന നേരത്തെയുള്ള വലിയ PR ഏജൻസിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇയാൾ മുഖ്യമന്ത്രി അഭിമുഖം നടക്കുമ്പോൾ ഈ പറയുന്ന കേസിന്റെ പ്രതിയായി മുഖ്യമന്ത്രിക്കൊപ്പം ഇരിപ്പുണ്ട്. എന്തിനാണ് റഹീം? ഇവനാണ് കൊള്ളാലോ, ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. അങ്ങ് കേൾക്കേ, അല്ലല്ല, അങ്ങ് വെയിറ്റ്. അത് ഹിന്ദു പറഞ്ഞതാണ്, അത് ഹിന്ദു പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുമോ? മണിക്കൂറുകളിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുമോ? എവിടെയെല്ലാമാണ് കൊണ്ടുകിട്ടുന്നത്? ഇവിടെ നിങ്ങൾ ഞാനൊന്ന് സംസാരിക്കട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. നിങ്ങൾക്ക് റേറ്റിംഗിന് വേണ്ടി എന്നെ കൊണ്ട് ബഹളം ഉണ്ടാക്കാനാണ് എങ്കിൽ എനിക്കിതിന് താല്പര്യമില്ല. അങ്ങ് വളരെ ലളിതമായി നിൽക്കുന്ന ഒരു ചോദ്യമാണ്. നാടിനെ കുട്ടിച്ചോറാക്കാൻ ഇടപെട്ട ഏജൻസിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയാൻ ഒരു വാക്ക് പറയാൻ ആർജവമില്ലാത്തത് എന്താണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ഇത് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ വിഷയം അതല്ലല്ലോ റഹീം. അങ്ങ് വിഷയത്തിലേക്ക് വരൂ. അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കേസിനെതിരെ കേസ് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് റഹീമെങ്കിൽ ഒന്ന് പറയാം. റഹീം ഒന്ന് പറയും. പറഞ്ഞു കൊടുക്കണേ. നമ്മുടെ വിഷയം അതല്ലോ. ഓപ്പറേഷൻ CMDRF പരിശോധന എന്തിനായിരുന്നു? പറയണമെങ്കിൽ നമ്മുടെ വിഷയം മുഖ്യമന്ത്രി ദുരിതാശ്വാസ അതിന്റെ വിശ്വാസ പ്രശ്നമാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം. നമ്മുടെ വിഷയം അതല്ലല്ലോ, അത് വിടൂ. എന്റെ ചോദ്യം റഹീം, ഈ പറഞ്ഞ കേസൺ എന്ന് പറയുന്ന നാടിനെ കുട്ടിച്ചോറാക്കാൻ ഇടപെട്ട PR ഏജൻസിക്കെതിരെ കേസ് എടുക്കും എന്ന് റഹീമെങ്കിലും ഒന്ന് പറയുമോ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞങ്ങൾ ആദ്യം ഇപ്പോഴും പറയുന്നു, ഒരു PR ഏജൻസിയുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ട. ഇനി രണ്ടാമതൊന്ന്, ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ എവിടെയും ഈ സുബ്രഹ്മണ്യൻ എന്ന പേരില്ല. പണ്ട് മുതലേ SFIയും SFIയുടെ വളരെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. സത്യം. അപ്പോൾ അദ്ദേഹത്തിനെ അതിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് അതിനെ കേസുമായി ചേർക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റോറിയാണ്. നിങ്ങൾ അല്ല സാർ, റഹീം, ഞാൻ ഇടപെടുന്ന എന്തുകൊണ്ടാണ്? താങ്കൾ പറഞ്ഞ അവാസ്തവമായതുകൊണ്ടാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ അവരുടെ പൊളിറ്റിക്കൽ വിംഗ് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന നിഖിൽ പവിത്ര എന്ന് പറയുന്ന ഇവരുടെ പ്രസിഡന്റ് ആണ്. സുബ്രഹ്മണ്യൻ ഒരു ചാനൽ സംസാരിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ പറയുന്നത് ഞാൻ ഇവരുടെ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഏറ്റെടുക്കാറുണ്ട്. ഞാൻ PR മേഖലയിൽ നിൽക്കുന്ന ആളാണ്. പറയട്ടെ, അത് പറയരുത്. എന്താ പറഞ്ഞുകൂടാ? അങ്ങ് കേൾക്കൂ. അല്ല, അത് പറഞ്ഞു കേട്ടു, എനിക്ക് വ്യക്തത വന്നു. ഞാൻ വന്നില്ല. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. നിങ്ങൾ ആള് എനിക്ക് കേസിന്റെ മേധാവിയുടെ പേര് എന്തോ ഒരു പേര് പറഞ്ഞു. അത് എനിക്ക് വ്യക്തത വന്നത് ഞാൻ പറയട്ടെ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയട്ടെ. അന്ന് കേൾക്കേണ്ട കാര്യം ഈ അങ്ങ് കേൾക്കുന്നേ. എന്റെ നേർക്കുനേർ ചോദ്യമാണ്. ഇത് ഇങ്ങനെ ഇല്ലെങ്കിൽ കീസിനെതിരെ കേസ് എടുക്കണമെന്ന് പറയാൻ റഹീമിന് ധൈര്യമുണ്ടോ? ഒറ്റവാക്കിൽ ഇപ്പോ കീസിനെതിരെ കേസ് എടുക്കണമെന്ന് പറയാൻ ധൈര്യമുണ്ടോ റഹീമിന്? ഇപ്പോ പറയില്ല. യാതൊരു സംശയവും വേണ്ട.
അങ്ങ് കേൾക്ക്. അങ്ങ് കേൾക്ക്. അല്ലാതെ എക്കോ ആയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കണല്ലോ, ഒറ്റ ചോദ്യം മതി. അല്ലേ ഞാൻ പറയട്ടെ, നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാൽ ശരിയാവും. ഇനി ഒരു അക്ഷരം പെട്ടത് നിങ്ങൾ, ഇനി ഞാൻ പറയട്ടെ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഞാൻ സംസാരിക്കട്ടെ. ഹാഷ്മി പറയുന്നതിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ, പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കേൾക്കണം. ഒന്ന് പറഞ്ഞു തൊലക്കേ. ഹാഷ്മി എന്താ പറഞ്ഞത്? ഞാൻ ഹാഷ്മിയോട് ചോദിച്ചു, ഇത് ഈ പറയുന്ന എ റഹീം കീസനെതിരെ കേസെടുക്കുമെന്ന് പറയാൻ എ റഹീമിന് ആർജവും ധൈര്യവും ഉണ്ടോ? അതിനുശേഷം ബാക്കി എന്നെ ഭർത്തിച്ചോളൂ. സുബ്രഹ്മണ്യൻ പറയട്ടെ. അതിനുശേഷം എന്നെ മാധ്യമം പഠിപ്പിച്ചോളൂ. കീസനെതിരെ കേസെടുക്കണമെന്ന് പറയാൻ നാടിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഒരു ദേശീയ ദിനപത്രത്തിൽ ഉൾപ്പെടുത്തിയ ഈ പറയുന്ന സംഘങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറയാൻ എ റഹീമിന് മിനിമം ധൈര്യമുണ്ടോ ഒരു രാജ്യസഭ എം പി എന്ന നിലയ്ക്ക്? വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. എന്റെ ആദ്യം മുതലുള്ള ചോദ്യമാണിത്. താങ്കളത് പറയില്ല, താങ്കളത് പറയില്ല. എന്തുകൊണ്ടാണ്? ഇനി നിങ്ങൾ സംസാരിക്കാതിരിക്കും, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ബഹളം വെക്കാതിരിക്കേ, നിങ്ങൾ ബഹളം വെക്കാതിരിക്കും മനുഷ്യ. ഞാൻ പറയുന്ന കേൾക്കുങ്ങള്. ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. നിങ്ങൾ ഇടയ്ക്ക് ഇടപെട്ടാൽ ഞാൻ ചർച്ച മെഹ്ക്കടിച്ച് പോകേണ്ടി വരും. ഇടപെടരുത്. അങ്ങനെ ഒരു മറുപടി ഇല്ലെങ്കിൽ താങ്കൾക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ കീസനെതിരെ കേസെടുക്കാൻ എന്ന് ഒറ്റ വാക്കിൽ താങ്കൾക്ക് പറയാവുന്നേ ഉള്ളൂ. ഈ കേസിനെതിരെ നാടിന്റെ മുഖ്യമന്ത്രി പറയാത്തവർക്കെതിരെ കേസെടുക്കണം എന്നൊരൊറ്റ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. വാക്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ പറയാവുന്നുള്ളൂ. അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് റഹീം എന്തല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ജസ്റ്റ് രണ്ട് വാക്യം ചോദിക്കുന്നു. കീസനെതിരെ കേസെടുക്കണമെന്ന് പറയാതിരിക്കാൻ മാത്രം നിങ്ങളുടെ കാലിൽ കെട്ടിയിരിക്കുന്ന എന്താണ് റഹീം? ഒന്നുമല്ല ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉത്തരം പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഭീഷണി. നിങ്ങൾക്കാണ് മറുപടി ഇല്ലാത്തത്. എന്താണ്? നിങ്ങൾക്കാണ് മറുപടി ഇല്ലാത്തത്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ഞങ്ങൾക്ക് അങ്ങനെ ഒരു PRANC ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല. ഈ പേര്, കേസിന്റെ പേര് ആരോപിച്ചത് ഹിന്ദുവാണ്. ഹിന്ദുവിന് വേണമെങ്കിൽ ഹിന്ദു കേസ് കൊടുത്തോട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു PRANC കാര്യമില്ല. ശ്രീ റഹീം, എന്റെ ചോദ്യം അതാണ്. ദ ഹിന്ദു എന്ന് പറയുന്ന പാരമ്പര്യമുള്ള കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം ഇന്നലെ പറയുന്നു, ഇന്ന് അവർ അവരുടെ പത്രത്തിൽ അവരുടെ രേഖാമൂലം അവർ എഴുതിയിടുന്നു. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. പ്രവർത്തനങ്ങൾക്കാണ് എഴുതി ചേർക്കണം ഓൺ ബിഹാഫ് മുഖ്യമന്ത്രി. ഹിന്ദു അങ്ങനെയാണ് ഹിന്ദു പറയുന്നതാണ്. എന്നാൽ ഹിന്ദുവിനെ നിയമ നടപടി സ്വീകരിക്കോ? എ റഹീം, സ്വീകരിക്കണോ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് പോട്ടെ, കേസ് നിങ്ങൾക്ക് അറിയാത്തവർ ഹിന്ദുവിനെ നിയമ നടപടി സ്വീകരിക്കോ? സി റഹീം, എടാ ചന്ദ്ര, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.